ആദ്യം നമ്മൾ പോകുന്നത് ലോകമെമ്പാടുമുള്ള സമാധാന പ്രേമികളെല്ലാവരും ഒരേപോലെ കാത്തിരുന്ന ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഒരു ചർച്ചയായിരുന്നു ഇന്നലെ വൈറ്റ് ഹൗസിൽ നടന്നത് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ. അപ്പോൾ അതിന്റെ കൂടുതൽ ആ ചർച്ച എവിടം വരെ എത്തി, എങ്ങനെയാണ് ആ ചർച്ച അവസാനിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടന്ന ഉച്ചകോടിയിൽ സമാധാന പ്രഖ്യാപനം ഉണ്ടായില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. വെടിനിർത്തൽ അടക്കമുള്ള പ്രഖ്യാപനങ്ങളും കൂടിക്കാഴ്ചയിൽ ഉണ്ടായില്ല. എന്നാൽ യുക്രൈന് ഭാവിയിൽ സുരക്ഷ ഉറപ്പു നൽകാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇതിൽ പങ്കുവഹിക്കും. വെടിനിർത്തൽ അടക്കം ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക, റഷ്യ, യുക്രൈൻ ത്രികക്ഷി സമ്മേളനം നടത്തും. KP അഭിലാഷാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. KP, വെരി ഗുഡ് മോർണിംഗ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലോകം തന്നെ ഒന്നായി ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഉറ്റുനോക്കിയിരുന്ന ഒരു ചർച്ചയാണ്. വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വെടിനിർത്തൽ ധാരണയിലേക്കൊന്നും എത്തിയില്ല എങ്കിൽ പോലും പ്രതീക്ഷയുടെ ഒരു കണിക അവസാനിപ്പിച്ചല്ലേ ഈ യോഗം അവസാനിച്ചത്? ആര്യ, ഗുഡ് മോർണിംഗ്. ലോകരാഷ്ട്രങ്ങളെ നേരിട്ടോ അല്ലാതെയോ ബാധിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് യുദ്ധങ്ങൾ, ആ രണ്ട് യുദ്ധങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഷ്യ യുക്രൈൻ യുദ്ധമാണ്. മറ്റൊന്ന് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പോരാണ്. ഈ രണ്ട് യുദ്ധങ്ങളും അവസാനിക്കുവാനുള്ള സാധ്യതകളുടെ പ്രതീക്ഷയുടെ കണിക എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള വാർത്തയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. അതിൽ ആര്യ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്നാണ് സജീവമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചാ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്നലെ വ്ളാഡിമിർ സെലൻസ്കിയുമായി, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ തലവന്മാരും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചർച്ചയിൽ വെടിനിർത്തലിന് ധാരണയായിട്ടില്ല എങ്കിലും അതിനുള്ള സാധ്യതകൾ തുറന്നു നൽകുന്ന ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ആ ചർച്ചകൾ ഫലപ്രദമായി തന്നെ അവസാനിപ്പിക്കാനും സാധിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിലൂടെ പുറത്തുവരുന്നത്. ഔദ്യോഗികമായി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നത് വ്ളാഡിമിർ സെലൻസ്കിയോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. പക്ഷേ ഈ ചർച്ചയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു എന്നതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ എന്നത് റഷ്യയും യുക്രൈനും തമ്മിൽ നേരിട്ട്, അതായത് മുഖാമുഖം ഒരു ചർച്ചയ്ക്ക് കളം ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വ്ളാഡിമിർ സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. അതിന് അമേരിക്ക മധ്യസ്ഥം വഹിക്കും അല്ലെങ്കിൽ അവസരം ഒരുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നീക്കം. ഈ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിട്ടില്ല എന്നതും അതോടൊപ്പം തന്നെ റഷ്യയ്ക്ക് യുക്രൈൻ്റെ ചില ഭാഗങ്ങൾ വിട്ടു നൽകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ആണ് റഷ്യ മുന്നോട്ട് വെച്ചിരുന്നത് എന്നതാണല്ലോ നമ്മൾ അറിഞ്ഞിരുന്നത്. അത്തരം ആവശ്യങ്ങളിലും അനുകൂലമായ ഒരു നിലപാട് ഇപ്പോഴും യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. പക്ഷേ യുക്രൈനും റഷ്യയും തമ്മിൽ നേരിട്ട് ചർച്ച നടത്തുമ്പോൾ ഇത് സംബന്ധിച്ച ധാരണയിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ഏതാണ്ട് 2 ആഴ്ചയ്ക്കകം തന്നെ ഇങ്ങനെ ഈ ഇരു രാഷ്ട്രത്തലവന്മാരും ചർച്ച നടത്തുന്നതിനുള്ള വേദി ഒരുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. വ്ളാഡിമിർ പുടിനും ഒപ്പം വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച 2 ആഴ്ചയ്ക്കകം തന്നെ നടക്കും എന്ന് അറിയാൻ സാധിക്കുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങൾ നടപ്പിലാക്കുന്നതിന് പ്രധാനമായും ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒപ്പം അമേരിക്കയുടെയും മേൽനോട്ടം ഉണ്ടാകുമെന്നും മുൻകൈ ഉണ്ടാകും എന്നുമാണ് ഇപ്പോൾ ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇത് പൂർണ്ണമായും റഷ്യയെ അറിയിക്കുന്നതിനുള്ള ചുമതല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ യോഗം നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ചർച്ചയ്ക്കിടെ വ്ളാഡിമിർ പുടിനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെലിഫോണിലൂടെ സംഭാഷണം നടത്തി എന്നുള്ളതാണ്. ഏതാണ്ട് 40 മിനിറ്റ് അദ്ദേഹം ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ, അതായത് മണിക്കൂറുകൾ നീണ്ട ചർച്ചയായിരുന്നു, ആ ചർച്ചയ്ക്കിടയിൽ വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുകയും അങ്ങനെ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഔദ്യോഗികമായ തീരുമാനങ്ങൾ അറിയിച്ചിട്ടില്ല എങ്കിൽ പോലും അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണത്തിൽ നിന്ന് അടക്കം മനസ്സിലാക്കുന്നത് റഷ്യൻ പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ യുക്രൈൻ പ്രസിഡന്റിനും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന അതിയായ ആഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെർസ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്സ്, ഇവർ എല്ലാവരും തന്നെ ഐക്യകണ്ഠേന തന്നെ ഈ
യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം ആണ് മുന്നോട്ട് വെച്ചത്. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയും യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷൻ ഉർസുല ഫോണ്ടേലെയിനും ഈ ചർച്ചയുടെ ഭാഗമാവുകയും ചെയ്തു. ഇനി നിർണായകമാകാൻ പോകുന്നത് ഈ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അതിൽ ഡൊണസ്റ്റിക് മേഖല എന്നതാണ് ഇപ്പോൾ റഷ്യയുടെ കണ്ണുകൾ എന്നത് നമുക്ക് കൃത്യമായി അറിയാം. ആ മേഖല വിട്ടു നൽകണം എന്നുള്ളതാണ് റഷ്യയുടെ ആവശ്യം എന്നത്. ഈ മേഖല വിട്ടു നൽകുകയാണെങ്കിൽ ഇപ്പോൾ റഷ്യ സൈനിക നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹെർസൺ, സപ്പോസിറിയ എന്നീ മേഖലകളിൽ നിന്ന് അടക്കം സൈന്യത്തെ പിൻവലിക്കും എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഡൊണാൾഡ് ട്രംപിന് ഉറപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ യുക്രൈന്, അതായത് യുദ്ധത്തെ തുടർന്ന് നമുക്കറിയാം റഷ്യയും യുക്രൈനും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ റഷ്യയാണ് പ്രബലമായ രാജ്യം, യുക്രൈൻ ചെറു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിൽ ഏറെ നാൾ പിടിച്ചു നിൽക്കാൻ, മറ്റ് രാജ്യങ്ങളുടെ സഹായമില്ലാതെ പിടിച്ചു നിൽക്കാൻ യുക്രൈന് സാധിക്കില്ല എന്ന പൊതുവിലയിരുത്തലുണ്ട്. ഒപ്പം നാശനഷ്ടങ്ങൾ കൂടുതലായും സംഭവിച്ചിട്ടുള്ളത് യുക്രൈനാണ്. അതുകൊണ്ട് തന്നെ യുക്രൈൻ ആണ് ഇനി പുനർനിർമ്മിക്കേണ്ടതായി വരുന്നത്. അത്തരം യുക്രൈന്റെ പുനർനിർമ്മാണം, അതോടൊപ്പം തന്നെ യുക്രൈന്റെ ഭാവി, അതായത് ഇതിൽ തന്നെ ഡൊണറ്റ്സ്ക് മേഖല എന്ന് പറയുന്നത് യുക്രൈന്റെ ഒരു സാമ്പത്തിക മേഖല എന്ന് തന്നെ നമുക്ക്, വ്യവസായ മേഖല എന്ന് തന്നെ നമുക്ക് പറയാം. തന്ത്രപ്രധാനമായ ഒരു ഭൂപ്രദേശം ആണിത്. ഈ മേഖല വിട്ടു നൽകിയാൽ സ്വാഭാവികമായും യുക്രൈന് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. അത് സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ പ്രതിസന്ധിയാണ്. അപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ അടക്കം യുക്രൈന് വേണ്ട എല്ലാ സഹായവും, അതായത് നിലവിൽ യുക്രൈൻ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിനേക്കാൾ മികച്ച സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലം ഒരുക്കി നൽകാൻ റഷ്യയുടെ ഇടപെടൽ അടക്കം ഉണ്ടാകുമെന്നും അത്തരം സഹായങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള ഉറപ്പാണ് ഇപ്പോൾ ലോകത്തിനൊരു പ്രതീക്ഷ അവശേഷിക്കുന്നത്. KP അഭിലാഷാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത്.